ഏത് തിരക്കുകൾക്കിടയിലും മാസത്തിൽ 7 ദിവസം എം.വി. ദേവൻ ഇവിടെ എത്താറുണ്ടായിരുന്നു. മയ്യഴിപ്പുഴയുടെ തീരത്ത് ദേവസ്പന്ദനങ്ങൾ ബാക്കിയാക്കി എം.വി. ദേവൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ഈ സ്ഥാപനം എന്നും നിലനിൽക്കും. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. പ്രശസ്ത ചിത്രകാരനും ശില്പിയും ചിത്രകലയുടെ വഴികാട്ടിയുമായ എം.വി. ദേവന്റെ നിര്യാണത്തിൽ വെൽഫെയർ കേരള കുവൈത്ത് അനുശോചിച്ചു. കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷൻ എന്ന നിലയ്ക്കും കൊച്ചി കലാപീഠം, മാഹി കലാഗ്രാമം എന്നിവയുടെ സ്ഥാപകൻ എന്ന നിലയ്ക്കും കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മൂല്യങ്ങൾ മുറുകെ പിടിച്ച കലാകാരനുമായിരുന്നു. കലാകേരളത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ദുഃഖത്തിൽ തങ്ങളും പങ്കുചേരുന്നതായി വെൽഫെയർ കേരള പത്രക്കുറിപ്പിൽ അറിയിച്ചു. സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച എം.വി. ദേവനെ അനുസ്മരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഷാജഹാൻ മാടമ്പാട്ട്, സാമൂഹിക നിരീക്ഷകൻ, ഒപ്പം ചിത്രകലാകാരനും അധ്യാപകനുമായ ഷാഹിദ് ചേലാട്, ചരിത്രകാരനായ ഷമ്മി ജോൺ ചേർത്തല, മൈൻഡ് മസ്കറ്റിന്റെ ചെയർമാൻ ഒ.പി. ജയരാജ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ ഷാഹിദ് ചേലാട്, ഒരുപക്ഷെ പ്രശസ്തനായ ചിത്രകാരൻ, പ്രശസ്തനായ ശില്പി, പ്രശസ്തനായ വാഗ്മി, ഇങ്ങനെ വിശേഷണങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എം.വി. ദേവൻ. ഒരു വിശേഷണങ്ങളിൽ അദ്ദേഹത്തെ തളച്ചിടുക എന്ന് പറയുന്നത് ഏവരെ കൊണ്ടും വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ഇങ്ങനെ സർവ്വമേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എം.വി. ദേവൻ എന്ന ആ അതുല്യ കലാകാരനെ താങ്കൾ എങ്ങനെ ഓർക്കുന്നു? എം.വി. ദേവൻ ഒരു ചിത്രകാരൻ എന്നതിൽ ഉപരി സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെയേറെ മുദ്ര പതിപ്പിച്ച നല്ലൊരു വ്യക്തിത്വമായിരുന്നു. എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു ശൈലിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. വളരെ നല്ല രീതിയിലുള്ള ലാളിത്യ ബോധത്തോടുകൂടി അദ്ദേഹത്തിന്റെ ചിത്രകലയുമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ സമീപനം തന്നെ വരും തലമുറക്ക്, വരും ആളുകൾക്കുള്ള നല്ലൊരു ഊർജം നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലാ കലാരംഗത്തുള്ള എല്ലാവർക്കും ഒരു നല്ല മുതൽക്കൂട്ടായിരുന്നു. ഞാൻ തിരിച്ചു ശ്രീ ഷമ്മി ജോൺ, താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു എം.വി. ദേവനെ? ഒരു പക്ഷേ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഒട്ടനവധി ആരാധകരുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും അദ്ദേഹത്തിന്റെ വരകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും തന്നെയുണ്ട്. ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നഷ്ടം കലാരംഗത്ത് ഏത് രീതിയിലായിരിക്കും ഇനി പ്രതിഫലിക്കുക? ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിന് വളരെ വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കുകയാണ്, ആദരാഞ്ജലികൾ പറയുകയാണ്. പിന്നെ രണ്ടാമതായി പറയേണ്ടത്, ചിത്രകലയുടെ ഒരു കാലത്ത് എന്റെ അറിവിൽ ഒരു 84-കളിൽ ഞാനും ഒരുമിച്ച് ഒരു എക്സിബിഷനെ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹവുമായി. അന്ന് അവിടെ വെച്ചിട്ടൊരു ഡെമോൺസ്ട്രേഷൻ എനിക്ക് ഡയറക്റ്റ് കാണാൻ പറ്റി, അദ്ദേഹം വരയ്ക്കുന്നതും. അതുപോലെ തന്നെ അന്ന് അവരെ പോലുള്ളവർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ശൂന്യത വളരെ വലുതാണ്. കാരണം ചിത്രകലയുടെ വേരുകൾ, യഥാർത്ഥ വേരുകൾ, ഇന്ന് ചിത്രകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടുകൂട്ടുക എന്നുള്ളതിലുപരി അവരൊക്കെ അവരുടെ ശരീരം പോലും ത്യജിച്ചിട്ട്, ഭക്ഷണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം, സ്വകാര്യ സന്തോഷങ്ങളൊക്കെ ത്യജിച്ചിട്ട് ഈ മേഖലയിലേക്ക് ശരിക്ക് കടന്നു വന്ന് എന്താണ് ചിത്രകല, എന്താണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനും അതുപോലെ തന്നെ അതിനുവേണ്ടി വളരെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അതിന്റെ ചുവട് പിടിച്ചാണ് ഞങ്ങളെ പോലുള്ളവരൊക്കെ പുറകെ വന്നിരിക്കുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനും ആദരാഞ്ജലികൾ. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ ഷാജഹാൻ മാടമ്പാട്ട, ഒരുപക്ഷെ അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അതിനുമപ്പുറം ഒരു തികഞ്ഞ ഒരു പോരാളി കൂടിയായിരുന്നു അദ്ദേഹം. പല വിഷയങ്ങളിലും സ്വന്തമായ നിലപാടുകൾ ധൈര്യസമേതം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു കലാകാരൻ. അതുതന്നെയല്ലേ ഒരുപക്ഷെ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും മറ്റു കലാകാരന്മാരിൽ നിന്നുമൊക്കെ വ്യത്യസ്തനാക്കിയതും എം.വി. ദേവന് ഇത്രമാത്രം പിന്തുടർച്ചക്കാരെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നൽകിയത്? ഇല്ല, നമ്മള് എം.വി. ദേവൻ പോലൊരാളുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ തലമുറ പതുക്കെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു എം.വി. ദേവനെ പോലുള്ള ആളുകളുടെ തലമുറയുടെ സവിശേഷത എന്നുള്ളത് ആലോചിക്കുന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തലമുറയുടെ എൻ.പി. മുഹമ്മദ്, എം.വി. ദേവൻ, ആ ഒരു തലമുറയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ സമഗ്രമായ കാഴ്ചപ്പാടാണ്. കല, സാഹിത്യം, രാഷ്ട്രീയം,
തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ എല്ലാ നിലക്കുള്ള പ്രശ്നങ്ങളോടും വിഷയങ്ങളോടും പ്രതികരിക്കുകയും അതിനെക്കുറിച്ചെല്ലാം തന്നെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും അത് ലോകത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ഉള്ളൊരു ഒരു കാഴ്ചപ്പാടിന്റെ വിശാലത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദേവനെ പോലെ ആളുകളുടെ പ്രത്യേകത. ഇപ്പൊ ദേവൻ പോരാളി എന്നുള്ള ആൾക്ക് താങ്കൾ പറഞ്ഞ ആ ഒരു വിഷയത്തോട് എനിക്ക് കുറച്ച് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം ദേവൻ പലപ്പോഴും സംവാദങ്ങളല്ല വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ സർക്കാർ കലയുടെ കാര്യത്തിൽ എടുക്കേണ്ട നയങ്ങൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുവെ പൊതുജനം അദ്ദേഹത്തെ ഓർക്കാൻ സാധ്യതയുള്ളത് പലപ്പോഴും അത്ര ആവശ്യമല്ലാതിരുന്ന ഒരുപക്ഷെ വ്യക്തിപരമായ കാലുഷ്യം കൂടുതലുള്ളതും വേറെ നിലക്ക് വിഷയപരമായ ആഴമോ പ്രസക്തിയോ കുറഞ്ഞതുമായ കാര്യങ്ങളിലുള്ള പലപ്പോഴും വളരെ വികാരാവേശത്തോടു കൂടിയിട്ടുള്ള പൊതു ഇടപെടലുകളാണ് നിങ്ങൾ പോരാട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പലപ്പോഴും സത്യം തുറന്നു പറയുക എന്നുള്ളതിനേക്കാൾ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിലനിന്ന് വരുന്ന വ്യക്തിപരമായ കാലുഷ്യത്തെ വിവാദമായി വളർത്തിയെടുക്കുന്ന ഒരു 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 പ്രവണതയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഒരാള് മരണത്തിൽ അനുശോചിക്കുന്ന സമയത്ത് സൂചിപ്പിക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം. ഷാജഹാൻ മാടമ്പാട്ട്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പക്ഷേ പല അധികാര സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നും അർഹിക്കുന്ന ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് ഇന്ന് പല ചർച്ചകളിലും വിലയിരുത്തലുകൾ ഉണ്ടായി. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തിൽ ഈ ഒരു സവിശേഷത അത് തന്നെയാണോ ഇത്തരം പുരസ്കാരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അധികാരികളുടെ ആ ഒരു ഇഷ്ടത്തിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടാവുക? അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പൊ ദേവസ്പന്ദനം എന്ന് പറയുന്ന പുസ്തകം പുറത്തു വന്ന ഉടനെ തന്നെ അത് ധാരാളം ശ്രദ്ധിക്കപ്പെടുകയും പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകമാണ്. പിന്നെ ചിത്രകലയുടെ ഒരു മേഖലയിൽ നോക്കുമ്പോൾ ദേവന്റെ സംഭാവനകളെ ഒരു സമഗ്രമായ അർത്ഥത്തിൽ കാണുമ്പം പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദേവനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇലസ്ട്രേഷൻ, ഈ ഇപ്പം ഉമ്മാച്ചുവിന് അല്ലെങ്കിൽ പിന്നെ ബഷീറിന്റെ നോവലുകൾക്കൊക്കെ അദ്ദേഹം ആദ്യകാലത്ത് വരച്ചിട്ടുള്ള ഇലസ്ട്രേഷൻസ് ആണ് ഒരുപക്ഷെ അത് ആ മേഖല കേരളത്തിൽ മാത്രം വളരെ ഉള്ളൊരു സംഗതി കൂടിയാണ്. കാരണം കേരളത്തിലുള്ളതുപോലെ ഈ സാഹിത്യ സൃഷ്ടികൾക്ക് കലാകാരന്മാർ ഇലസ്ട്രേഷൻ അത്രയും ശ്രദ്ധിച്ച് നൽകുന്ന ഒരു പ്രവണത ലോകത്ത് വേറെ എവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മേഖലയുടെ തുടക്കം ഒരുപക്ഷെ ദേവനിൽ നിന്നായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹം പെയിന്റർ എന്നുള്ള നിലക്ക് ദേവന്റെ സംഭാവനകൾ എത്രത്തോളം വലുതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് രണ്ടഭിപ്രായങ്ങൾക്ക് പഴുതുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം ആരുടെ ജീവിതം അവസാനിക്കുമ്പോഴും നമ്മളിപ്പോ സ്ഥിരമായിട്ട് പറഞ്ഞു പോരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. റൈറ്റ്, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ OP ജയരാജ്, മൈൻഡ് മസ്കറ്റിന്റെ ചെയർമാൻ. ശ്രീ OP ജയരാജ്, ഒരുപക്ഷെ കലാകാരൻ എന്നതിലുപരി മികച്ച ഒരു സംഘാടകൻ കൂടിയായിരുന്നു അദ്ദേഹം. പല കലാഗ്രാമം പോലെയുള്ള പലതും വളരെ വിജയകരമായി അദ്ദേഹം കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും വിളിച്ചോതുന്ന തരത്തിലുള്ള മികവ് അവയ്ക്കുണ്ടാക്കാനും സാധിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ അത്തരത്തിലുള്ള മികച്ച ഒരു സംഘാടകനെ കൂടിയല്ലേ നമുക്ക് നഷ്ടമാകുന്നത്? ആദ്യമായി ഒരു സംഘാടകൻ എന്ന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു ശില്പിയായിരുന്നു, ചിത്രകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മൈൻഡ് മസ്കറ്റിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുകയാണ്. ഇവിടെ ഇപ്പൊ എന്നെ ഇതിന് മുന്നേ തന്നെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു വിവാദങ്ങൾ ഉണ്ടാക്കി. വിവാദങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നന്മകൾ മാത്രം നമ്മൾ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഇപ്പൊ കൊല്ലത്ത് നെഹ്റു പാർക്കിൽ അമ്മയും കുഞ്ഞെന്നുള്ള ഒരു പൂർണ്ണകായ ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശില്പം തന്നെ എത്ര ക്ലീൻ ആയിട്ട് അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ വിഭാവനം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അന്തരാർത്ഥം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് 75-76 കാലഘട്ടത്തിൽ തൃശ്ശൂർ വെച്ചാണ്. എന്റെ ആദ്യകാല ഗുരു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. കാരണം ഞാൻ വലിയ കലാകാരനാണെന്ന് ധരിച്ച് അദ്ദേഹത്തിന് മുന്നിൽ ഒരു മത്സരത്തിന് ചെന്ന് മത്സരത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം പറയുകയാണ് അതിന്റെ കാര്യകാരണ സഹിതമായ
തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തന്ന് എന്നെ മനസ്സിലാക്കിച്ചു തന്ന എന്റെ യൗവനകാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ നമുക്ക് കഴിയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ ഒരു ഗുരുതുല്യനായി കാണുന്ന ശ്രീ ദേവൻ സാറിന്റെ ഈ വിയോഗത്തില് അതിയായ ദുഃഖം എനിക്കുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ കലാഭാവന, ഭവന നിർമ്മാണ മേഖലയിൽ ലാറി ബാക്കറുമായി ചേർന്ന് പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അത് ഇന്നും ഒരു കാണാവുന്ന ഒരു മണിമുത്തായി തന്നെ ഇന്ന് കേരളത്തില് എല്ലാ സ്ഥലത്തും തല ഉയർത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കലാഭാവന കൂടി അതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലാറി ബാക്കറുടെ ഈ ഭവന നിർമ്മാണ മേഖലയിൽ അദ്ദേഹം കാൽവെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനകള്. ഇന്ന് പലരും പറയുന്നുണ്ടാകാം അദ്ദേഹത്തിന്റെ സംഭാവനകളെല്ലാം ആരും കേട്ടില്ല, കണ്ടില്ല, അത് വേണ്ടതിൽ കൈകാര്യം ചെയ്തില്ല. അതല്ല കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം താമസിക്കുന്ന വീട് തന്നെ, ചൂർണി എന്ന് പറയുന്ന ആ ഭവനം തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്കുണ്ടാകുന്ന ഒരു മനുഷ്യജന്മത്തിൽ ഉണ്ടാക്കുന്ന സംഭാവനകൾ അത് എത്രമാത്രം ഈ സമൂഹത്തിന്, കേരള സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് പുറത്തുതന്നെ മലയാളികൾക്കുണ്ടാക്കുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും ആ സഹകരണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഷാജഹാൻ മാടമ്പാട്ട, ഒരുപക്ഷെ വലിയ രീതിയിലുള്ള കലാകാരന്മാരുടെ വലിയൊരു കൂട്ടം ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എം വി ദേവൻ തികച്ചും കമ്മ്യൂണിസത്തിന് എതിരെയും പ്രത്യേകിച്ച് EMSന് എതിരെയൊക്കെ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഒരുപക്ഷെ എം വി ദേവനെ അനുസ്മരിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലൊന്നും മൗലികമായ വിമർശനങ്ങളൊന്നും എം വി ദേവന്റെ ഭാഗത്ത് നിന്നുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എം വി ദേവന്റെ ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളായിട്ട് മാറിയിട്ടുള്ള ഈ പരാമർശങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു വളരെ വിക്ഷുബ്ധമായിട്ടുള്ള ഒരു ദ്രുത